നമസ്കാരം. അലൻ ജോസ് പെരേര. അങ്ങനെ അലൻ ജോസ് പെരേര ഒരു ഇൻ്റർവ്യൂ നിലവിൽ വന്നത്. ഇൻ്റർവ്യൂ കുറേ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് മാത്രം എടുത്ത് പറയാനുള്ളതല്ല, കുറേ ഉണ്ട്. പക്ഷേ അവരുടെ ഷോർട്ട് ഫിലിം ഏതറിയോ, ഒരു ഏതൊന്നിന് പെണ്ണ് എന്നൊക്കെ പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, അതിന് മുന്നോടിയായിട്ട് നടന്ന കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഒരു റിയ എന്ന് പറഞ്ഞൊരു ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് നടന്ന ആ ഒരു ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും പിന്നെ ഇവരെ മൊത്തം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ തക്ക ലെവലിലുള്ള ആൾക്കാർ വന്നിട്ട് നിലവിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യലും, പിന്നെ അറിയാലോ ഓട്ടോമാറ്റിക്കലി ഒരു വൈറലാക്കുന്ന ഒരു തരത്തിലുള്ള അതിലോട്ട് മാറി. ആ മാറ്റം ആ പെൺകുട്ടിക്കും അല്ലെങ്കിൽ പുള്ളിൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് വരെ അത് ബാധിച്ചു എന്ന് തന്നെ പറയാം. വേറൊന്നുമില്ല, ഇവർ തമ്മിൽ ലവ് ആണോ ഏതാണ് അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ ഒരു സൈബർ ആക്രമണം പോലെ വരികയും കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ അലൻ ജോസ് പേരൻ്റെ കാര്യം അറിയാലോ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. എന്നുവെച്ചാൽ ഒരു വർക്കിന് പോകുന്നില്ല, വർക്കിനെ കുറിച്ച് ചോദിച്ചാൽ അപ്പം പണിയെടുക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഒരു പക്വതക്കുറവ് നിലവിലുണ്ട്. ഇവരൊക്കെ വൈറലായത് ഒരു പടത്തിൻ്റെയൊക്കെ റിവ്യൂ പറഞ്ഞ് കോപ്രായം കാണിച്ചുകൊണ്ട് വൈറലായ ആൾക്കാരാണ്. പറയുന്നത് റിവ്യൂ ആണ് ചോദിച്ചാൽ റിവ്യൂ അല്ല എന്ന് തന്നെ ഞാൻ പറയും. റിവ്യൂ ഒന്നും അല്ല അവർ പറയുന്നത്, വെറുതെ 4 പേരുടെ മുന്നിൽ നിന്ന് കയ്യടി കിട്ടാനും കാണിക്കാനും വേണ്ടി ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളെന്നേ പറയുള്ളൂ. അപ്പോൾ അലൻ ജോസ് പെരേരൻ്റെയും ആ ഒരു പെൺകൊച്ചിൻ്റെയും കാര്യത്തിൽ ഇപ്പം നിലവിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ ഏതാണോ അങ്ങനെയാണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഇവർ വെളിയിൽ പോകുന്നതും കാര്യങ്ങളെല്ലാം ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഏറെ കയറുന്ന എല്ലാം അതിന് ചുറ്റും ക്യാമറയും പിടിച്ച് നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അലൻ ജോസ് പെരേരന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ വയ്ക്കാം. കാരണം ഇപ്പോ റിയനെ പറ്റി പറഞ്ഞല്ലോ, റിയ നമ്മളെ പറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ റിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റിയ നമ്മളെ പല സിനിമയിൽ അഭിനയിക്കാനായിട്ട് റിയയുടെ സമ്മതം മേടിക്കേണ്ട ആവശ്യമില്ല. റിയക്ക് ഇഷ്ടമുള്ളപ്പോ എനിക്ക് ഗൂഗിൾ പേയിലേക്ക് ഇപ്പോ ആര് പൈസ വന്നാലും നമ്മൾ സ്വീകരിക്കും. അപ്പൊ പൈസ കയ്യിൽ തന്നാലും ഞാൻ മേടിക്കും. റിയ പൈസ അയച്ചു തന്നോ? റിയ പൈസ ഒക്കെ തരുന്നുണ്ട്. എന്താ അറിയാൻ പാടില്ല, എന്തിനാ അറിയാൻ പാടില്ല. അപ്പോൾ ഗൂഗിൾ പേ വന്നാൽ നമ്മള് മറ്റേ കടം മേടിച്ചാന്നൊക്കെ ചെയ്യാ. അങ്ങനെ ഒരാള് കാശ് വെറുതെ തരുമ്പോ മേടിക്കുമോ? അത് എന്റെ ഗൂഗിൾ പേ ഇട്ടോ തിരിച്ചയച്ചു കൊടുക്കണോ? ഇപ്പൊ അവൾക്ക് മറ്റേ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാനാ ഇഷ്ടം ഓക്കെ ഒരു കൂട്ടുകാരി എന്ന നിലയില് മനസ്സിലായ മേടിച്ചു. അപ്പൊ നീ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ പല ഷോർട്ട് ഫിലിംസിൽ നമ്മൾ ഇനി അഭിനയിക്കേണ്ടതാണ്. അവളായിട്ടല്ല, അവളായിട്ട് ഒരു വെബ് സീരീസ് അഭിനയിച്ചപ്പോ തന്നെ നമുക്ക് പല സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സാക്രിഫൈസ് എന്ന് പറയുമ്പോ അഭിനയത്തിൽ തന്നെ അത്ര തുടക്കമല്ല. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു പക്വതക്കുറവുണ്ട് റിയക്ക്. അപ്പൊ ഇനിയുള്ള ഇതിന്റെ 2-3 ഭാഗത്തിലൊക്കെ കൈ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കരുത് എന്നൊക്കെ വേറെ പെൺകുട്ടികൾ അവളത്തോട് തന്നെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ തെറ്റല്ലേ അത് പറഞ്ഞ അവള് പറയണത്. ഞാൻ എന്ന് പറയുന്ന ആള് നടനായിട്ട്, അതായത് താൻ വേറൊരു പെൺകുട്ടിയെ പിടിക്കുക തൊടുക ചെയ്യരുത് എന്നാണ് റിയ തന്നോട് പറയും. അവർക്ക് എന്തോരം ബോയ് ഫ്രണ്ട്സ് ആയിട്ട് അടുപ്പമുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു ഇന്റിമസി നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടോ. ഇവര് തമ്മിൽ എന്തൊക്കെയാണ് പുള്ളിയുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. ആ പെൺകുട്ടി പുള്ളിനെ എങ്ങനെ കാണുന്നുള്ള കാര്യത്തിൽ ഇപ്പൊ മനസ്സിലായി. പിന്നെ നടി ആരാ നടൻ കണ്ടു, തലതെറിച്ചവൻ. എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിലുണ്ട്, തലതെറിച്ചവൻ പറഞ്ഞതിൽ. പക്ഷെ അതിനുശേഷം ഏതൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട്, ഏതൊരു അങ്ങനെ എന്തൊരു പേര് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ വന്നതിൽ ചെറിയ രീതിയിൽ സംസാരിക്കും. ആരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള നടൻ എന്ന് പറയുന്നത് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് ഞാൻ പറയണത്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ സാമാന്യ ബോധം വേണ്ടേ? അപ്പോൾ കെട്ടിപ്പിടിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നൊരു ഉമ്മ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ആൾക്കാർ നെഗറ്റീവ് പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൊരു ബോധം ആദ്യം വേണം. പിന്നെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ കരിവാരിത്തേക്ക് അവൻ ഇവിടെ കരിവാരിത്തേക്ക് ചെയ്യുന്നതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെളിക്ക് വിടാണ്ടിരിക്കണം. ഇത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയണതിൽ എന്ത് ഒരു ഔചിത്യബോധം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോൺട്രവേഴ്സീസ് അത് നിങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം, നിങ്ങൾ പേഴ്സണലി സംസാരിച്ച് തീർക്കണം എന്നല്ലാതെ ഇത് വന്നിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വലിച്ചിട്ടും ഒരു പെൺകുട്ടി പോലും
എന്നെ ലൈൻ അടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ വന്ന പെൺകുട്ടി നമ്മളെ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഞാനും തമാശക്ക് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. തമാശക്ക് പറയും ആൾക്കാര്, ആറട്ടെണ്ണം ക്രഷ് എന്ന് പറയുന്ന പോലെ തന്നെ. അതാണ് തമാശക്കാണ് അതിലും പറയണം. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ സീരിയസ് ആണ്. എനിക്ക് അംബീഷൻസ് ഉണ്ട്. എനിക്ക് LLB പഠിക്കാൻ പോകണം. അല്ലാണ്ട് പെണ്ണുങ്ങളെ പുറകെ പോയിട്ടുള്ള സംഭവമല്ല. പല പല പ്രലോഭത്തിൽ പെടുത്താൻ നോക്കുന്നുണ്ട് റിയ എന്ന് പറയുന്ന പെൺകുട്ടി. പ്രലോഭത്തിൽ നിന്ന് ഞാൻ വീഴില്ല. റിയ തന്നെ ഭീഷണിപ്പെടുത്തുവാണോ? കൂടെ അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളെയും, അല്ല അവളെ കൂടെ മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ, അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളെയും, വേറെ ആളുടെ കൂടെ അഭിനയിച്ച ചത്തുകളെയും എന്നൊക്കെ പറയും. എന്തിനാ ആളങ്ങനെ പറയാനുള്ള കാരണം എന്ത്? തന്റെ ഗേൾഫ്രണ്ട് ആണോ? ഒരുമിച്ച് ചായ കുടിക്കാനൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. മറ്റേ പ്രൈവറ്റുമായിട്ടൊക്കെ ഒരുമിച്ച് നമ്മള് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ കൈ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടും ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും ഭാവിയിൽ ദോഷം ചെയ്യരുത്. കാരണം എന്റെ വീട്ടുകാരും പലരും പറയുന്നുണ്ട് അവരുടെ പുറകെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ള ആ പെണ്ണ് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ പറയാറുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ 2 ആഴ്ച. അതായത് റിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് ആളെ ഇഷ്ടമല്ല. കൂട്ടുകാരി എന്ന നിലയിൽ ഇഷ്ടമാണ്. കൂട്ടുകാരി എന്ന നിലയിൽ തനിക്ക് റിയ ഇഷ്ടമാണ്. റിയക്ക് തന്നോട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഇതാണ് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ സംസാരിക്കുകയാണ് മൊത്തത്തിൽ. ഇവരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മറ്റു ചില മീഡിയക്കാർ വേറെ. ദയവേദി ഇവനെ ഒന്ന് വെറുതെ വിട്. ഇവൻ്റെ മുന്നിൽ ക്യാമറയും തൂക്കിക്കൊണ്ട് പോകുന്നിടത്തോളം കാലമുള്ളൂ ഇവൻ്റെ പ്രിയൊരു ഇതൊക്കെ. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അതുമില്ല. അതുകൊണ്ട് ദയവേദി ഇനിയെങ്കിലും അവരിനെ ഒന്ന് വെറുതെ വിട്. വെറുതെ ഒരു എന്താ പറയുക, ഈ ഒരു പ്രായം എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ലെവലിലാവേണ്ട ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊരു കോൺട്രവേഴ്സി. ഇതെന്തോ വലിയൊരു ഫെയിം അല്ലെങ്കിൽ വലിയൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ അലൻ ജോസ് പെരേര ഇരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് രണ്ടുപേരും ലൈഫിനെ അത് ബാധിക്കുന്നത് പല രീതിയിലാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പുള്ളിക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യക്തതയില്ല. വ്യക്തതയില്ലാത്തതിൻ്റെ മെയിൻ കാരണം അതിൻ്റെതായ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് അതന്നെ സംസാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണ്ടല്ലോ ഇതെന്താന്നുള്ളത്. ഒരു പൈസന്റെ കാര്യം കൂടി പുള്ളി പറയുന്നുണ്ട്. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ആര് വേണോന്ന് ചോദിച്ചാൽ പൈസ ആര് വേണോന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. വളരെ ചോദിക്കുമ്പോ ഇട്ടോ എന്നൊക്കെ പറയണത് എപ്പോൾ ഞാൻ സ്വീകരിക്കാൻ പോകില്ല. ഇനിയിപ്പോ വല്ല ഗൂഗിൾ പേയില മറ്റേ ഹാക്ക് ചെയ്ത് വെക്കണം പൈസ ഇടാണ്ടിരിക്കാൻ. എനിക്കിപ്പോ തിരിച്ചയക്കാനുള്ള വരുമാനമായിട്ടില്ല. കിട്ടണല്ലേ കിട്ടണ്ടേ? കിട്ടുന്നത് ചെലവായി പോണേന്ന്. ഇന്നിപ്പോ കിട്ടിയോണ്ട് മുടിവെട്ടാനൊക്കെ പറ്റും. എടാ ആള് നാളെ വഞ്ചന കേസൊക്കെ പറഞ്ഞോണ്ട് പോകും, കാശ് മേടിച്ച് തിരിച്ചു തന്നില്ല എന്നൊക്കെ. 2000 രൂപ മേടിച്ചിട്ടുള്ളൂ. എത്ര മേടിച്ചു? 2000 രൂപ മേടിച്ചിട്ടുള്ളൂ. അത്രല്ലേ ഉള്ളൂ, 2000 അല്ലേ? അപ്പൊ അങ്ങനെയാണ് കഥ. എന്തായാലും നിങ്ങളുടെ വെബ് സീരീസ് വലിയൊരു വിജയമായി മാറട്ടെ. ഇതാണ് അവസ്ഥ. അവളുടെ പൈസയും മേടിച്ചിട്ട് മുടിവെട്ടലും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവള് പറയുമ്പോൾ അതൊരു കോൺട്രവേഴ്സി ആക്കാൻ നോക്കുകയാണ്. എന്തൊരു മണ്ടത്തരമാണ് എൻ്റെ അലൻ ജോസ് പെരേര ഈ പറയുന്നത്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കും ഇത് പല ജനങ്ങൾ കാണുന്നതെന്നുള്ളൊരു ബോധം വേണ്ടേ? എന്താണ് ഈ വീഡിയോ എടുക്കുന്നവന് ഇടുന്നവന് ഇതൊരു റീച്ച് ഒരു ഇതാണ്. പക്ഷേ ഒരു സാമാന്യ ബോധം വേണ്ടേ? സ്വന്തം വീട്ടുകാർ കാണണ്ടേ, നാട്ടുകാർ കാണുന്നുള്ളൊരു ബോധം വേണ്ടേ? അതാണ് പറഞ്ഞത്. മെച്യൂരിറ്റി ഇല്ലായ്മയാണ് മെയിൻ പ്രശ്നം. ഇത്രയും അടിപൊളി നിങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ടാവും, ബൈക്കിൽ പോയിട്ടുണ്ടാവും, അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഇവിടെ പോയിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും, എല്ലാം പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിലും പോയിട്ടുണ്ടാവും, പൈസയും മേടിച്ചിട്ടുണ്ടാവും. അവസാനം നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ പെടാത്ത കാര്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നത്? അയ്യോ അങ്ങനെ പറഞ്ഞു, റിയ അങ്ങനെ പറഞ്ഞു, റിയ ഇങ്ങനെ പറഞ്ഞു. വല്ലാത്ത കഷ്ടം തന്നെ. അതുകൊണ്ട് ഇവനെ എയറിൽ കയറ്റുന്നതും താഴ്ത്തിറക്കണതല്ല, പുറകെ ഈ ഒരു ക്യാമറയും കൊണ്ട് പോക്കുള്ള അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ ഓട്ടോമാറ്റിക്കലി പതിയെ ഒന്ന് ഇരിക്കും, ബോധം വരും, ഭാവിനെ കുറിച്ചൊരു ചിന്ത വരും, എല്ലാം വരും. ഇതല്ല ഒരു ലോകം എന്നുള്ളത്. രക്ഷപ്പെട്ടെ എന്തായാലും സിനിമൻ്റെ പുറകെ നടക്കാൻ രക്ഷപ്പെട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന സമയത്തും നിങ്ങൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിക്കുക. രണ്ടുപേർക്കും ലൈഫുണ്ട്, രണ്ടുപേർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ട്. അത് നിങ്ങളായിട്ട് തന്നെ അത് കളഞ്ഞു കുടിക്കാണ്ടിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ പറയാനുള്ളൂ.